ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഉയർത്തെഴുന്നേൽക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 15:52 കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. കർത്താവിൻ്റെ വരവിൻ്റെ ദിവസം മഹത്തായ ഒരു പുനർസമാഗമനത്തിൻ്റെ ദിവസമായിരിക്കും. നാം ക്രിസ്തുവിനെ മുഖാമുഖം കാണും. ആ ദിവസം കർത്താവിൽ മരിച്ചവർ നമ്മുടെ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ നാം കാണും. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെട്ടവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. മർത്യതയിൽ കുഴിച്ചിടപ്പെട്ടവർ അമർത്യതയിൽ ഉയർന്നെഴുന്നേൽക്കും. മരണം വിജയത്താൽ വിഴുങ്ങപ്പെടും. അതിരാവിലെ എഴുന്നേൽക്കാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ അലാറ ഘടികാരം ഉചിതമായ സമയത്ത് മുഴങ്ങാൻ സജ്ജമാക്കുകയും പിന്നീട് ഉറങ്ങാൻ പോവുകയും ചെയ്യുന്നു. അലാറം അടിക്കുമ്പോൾ നാം എഴുന്നേറ്റ് നമ്മുടെ ജോലി തുടരാൻ ശ്രമിക്കുന്നു. അതുപോലെ പൊടിയിൽ നിർജ്ജാവസ്ഥയിൽ ഉറങ്ങുന്നവർ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഉണരും. ആ ശബ്ദം എന്താണ്? അതാണ് പ്രധാന ദൂതന്റെ കാഹളത്തിന്റെ ശബ്ദം, ക്രിസ്തുവിന്റെ വരവിനെ പ്രഖ്യാപിക്കുന്ന ശബ്ദം. ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്നവർ ആ ശബ്ദത്തിൽ സന്തോഷത്തോടെ ഉണരും. ബൈബിൾ പറയുന്നു, കല്ലറകളിലുള്ള എല്ലാവരും അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു എന്ന്. യോഹന്നാൻ 5:28 അവസാന നാളിൽ കർത്താവ് നമ്മെ ഉയർപ്പിക്കും എന്ന് യോഹന്നാൻ 6:44 പറയപ്പെടുന്നു. യേശുക്രിസ്തു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. ഇത് യോഹന്നാൻ 11:25 കാണപ്പെടുന്നു. കർത്താവിന്റെ ദിവസത്തിൽ മരിച്ചവർ എവിടെയാണെന്ന ചോദ്യത്തിന് മരിച്ചവർ ഭൂമിയിൽ ഉറങ്ങുകയാണെന്ന് തിരുവെഴുത്ത് വ്യക്തമായി ഉത്തരം നൽകുന്നു. യേശു മരിച്ചവരെ ഉയർപ്പിച്ചപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നവനെ പോലെ അവൻ അവരെ ഉയർപ്പിച്ചു. യായിറോസിന്റെ മകൾ മരിച്ചപ്പോൾ അവൻ പറഞ്ഞു, അവൾ ഉറങ്ങുകയാണ്. അവൻ അവളെ ഉയർപ്പിച്ചു. അവന്റെ ശബ്ദം മരിച്ചവരെ ഉയർപ്പിച്ചു. നാം ഉണരുമ്പോൾ പഴയ ശരീരവുമായി നാം ഉണരുകയില്ല, പുതിയ ശരീരവുമായി നാം ഉണരും. ഒരു മഹത്വമുള്ള ശരീരമായി നാം ഉണരും. ബൈബിൾ പറയുന്നു, കാഹളം മുഴങ്ങും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുമെന്ന്. 1 കൊരിന്ത്യർ 15:52 പറയപ്പെടുന്നു. മരണത്തിൽ നിദ്ര പ്രാപിച്ചവർ വിജയികളായി ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ അവർക്ക് ജീവൻ നൽകുന്ന ഒരു ജീവപ്രഭു ആവശ്യമാണ്. യേശു ആ ജീവപ്രഭു ആണെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 3:15 കാണപ്പെടുന്നു. ദൈവമക്കളെ, ജീവപ്രഭുവിന്റെ ജീവൻ എപ്പോഴും നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ജീവാത്മാവ് തീർച്ചയായും നിങ്ങൾക്ക് ജീവൻ നൽകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം റോമർ 8:11 യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ശമൂവേൽ 19-20 വൈകുന്നേരം ലൂക്കോസ് 18 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.